സമയം കുറെ ആയിട്ടോ. നീ എണീക്കുന്നുണ്ടോ? അയ്യോ, സമയം ഇത്രയൊക്കെ ആയോ? അമ്മ ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ എന്നെ വിളിക്കണമെന്ന്. ഇതപ്പ നല്ല കഥ. 6 മണിക്ക് നിന്നെ വിളിക്കാൻ തുടങ്ങിയതാ. ഒരുപാട് ടൈം ആയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയും പറഞ്ഞു നിൽക്കാതെ വേഗം എണീക്കാൻ നോക്ക്. അമ്മേ, വെക്കേഷൻ നമ്മൾ എങ്ങോട്ട് പോകുന്നില്ലേ? വീട്ടിലിരുന്ന് മടുത്ത്. സ്കൂളിൽ പോവാൻ പൂതിയാവുന്നു. ഓ, ചേച്ചി എന്തിനാ ചിരിക്കുന്നേ? പിന്നെ അവള് ചിരിക്കാതെ നിൽക്കൂ. ആരെ ഇപ്പൊ പറയുന്നേ? ക്ലാസ് ഉള്ള ദിവസം എത്ര വഴക്കുണ്ടാക്കിട്ടാ പോവാറ്? ക്ലാസ് പൂട്ടിയപ്പോഴാണോ നിനക്ക് ക്ലാസ്സിൽ പോകാൻ പൂതിയാവുന്നേ? എന്താ സീതെ പാറൂസ് പറയുന്നേ? അച്ഛമ്മേ, ക്രിസ്മസ് വെക്കേഷൻ അല്ലേ, എങ്ങോട്ടെങ്കിലും പോവണ്ടേ? ലച്ചു അരുണിനെ കാണാൻ പോവാ. വന്നിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാട്ടോ. ഈ മാസം രാഹുൽ എത്താ മതി. വരുന്ന ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ആ അമ്മേ, അവന് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെ അതിനെ കുറിച്ചൊന്നും കേട്ടില്ല. ഇനി വിളിക്കുമ്പോ അവനോട് ചോദിച്ചു നോക്കണം. ലച്ചുന്റെ ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഓഹോ, താങ്ക് യു. മിണ്ടാർക്ക് പിള്ളാരെ, ഇതാണോ രസം? കഴിയൂല്ല. എന്റെ തുണി തികഞ്ഞില്ലേ? ഓ എന്റെ അമ്മേ, ഇത് ന്യൂ ഫാഷനാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈ അച്ഛമ്മക്ക് ഒന്നും അറിയത്തില്ല. അച്ഛമ്മേ, അച്ഛമ്മനെ പോലെ എല്ലാരും കാലത്ത് സാരി എടുത്തൊന്നും നടക്കത്തില്ല. അമ്മേ, ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി. ഞാൻ ഇറങ്ങുവാ. ചേച്ചി, ഞാൻ വരട്ടോ? ആ ശരി, സൂക്ഷിച്ചു പോ. അല്ല, നീ ഒറ്റക്കാണോ പോകുന്നേ? അല്ല, വൈഷ്ണവി ഉണ്ട്. ഇനി എന്നാ ഇറങ്ങിക്കോ. ശരി അമ്മേ. പാറു, ദേവു, വന്നിട്ട് കാണാവേ. ആന്റി വരുമ്പോ ഒരു ചോക്ലേറ്റും കൂടെ വാങ്ങിക്കോ. മിണ്ടാതെ നിന്നോളണം അവിടെ. മുട്ടായി കഴിച്ച് പുഴുപ്പല്ലാവുന്നുണ്ട്. ചോദിച്ചു വാങ്ങിച്ചില്ലേ? A few moments later. ചേച്ചി വേഗം പോയി വാതിൽ തുറക്ക്. എനിക്കൊന്നും വയ്യ, നീ പോയി തുറന്നോ. എനിക്ക് വയ്യ, ഞാൻ ടിവി കാണാം. ദേവു, നീ ബെല്ലടിച്ചത് കേട്ടില്ലേ? ഞാൻ പാറൂസിനോട് പറഞ്ഞതാ. നിനക്ക് പോയി തുറന്നാലെന്താ? അവിടെ നിൽക്കട്ടോ, നിനക്ക് ഞാൻ തികച്ചു തരാം. ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണം. ആദ്യം തന്നെ ഡോർ തുറക്കാൻ പോയാ പോരേനിയോ? നീ മിണ്ടാതിരുന്നോ? നിന്റെ ഒറ്റ പണിയാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ ഡോർ ഒന്ന് തുറക്കേന്ന്. ഹായ്, എന്നെ അറിയോ? അമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ അമ്മേ. ഇതാരാ വന്ന നോക്കിക്കേ. അമ്മേ, അച്ഛമ്മ പറമ്പ് പോയതാ. ചേച്ചി, എന്നാ ഇപ്പൊ പറയണ്ട. കാണുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോളും. അല്ലേ ചേ, അളിയനെന്തേ? ചേട്ടനെ ജോലിക്ക് പോയി. ലച്ചു പിന്നെ അരുണ് വരുന്നുണ്ട്, അവനെ കാണാൻ പോയതാ. ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ നിങ്ങൾക്കല്ലാതെ ഞാൻ ആർക്കാ കൊണ്ടുവരിക? അല്ലടാ, നീ വരുന്ന കാര്യം ഒന്ന് പറഞ്ഞൂടായിരുന്നോ? എങ്കിൽ ഞാൻ ചേട്ടനെ പറഞ്ഞയക്കില്ലായിരുന്നു ഇന്ന്. അതിനൊരു ത്രില്ലില്ല ചേച്ചി. ഇപ്പോ ഇതാണ് ട്രെൻഡ്, സർപ്രൈസ് വിസിറ്റ്. ഈ ചെക്കന്റെ ഒരു കാര്യം. അല്ല, നന്ദു എന്തേ? അവന് ക്രിക്കറ്റ് കളിക്കാൻ പോയി. അവൻ എപ്പോഴും അത് തന്നെയല്ലേ? വിളിക്കുമ്പോഴും അവന് ക്രിക്കറ്റ് കളിക്കാൻ പോയതായിരിക്കും. അവന് ക്രിക്കറ്റിന് വെച്ച ഭ്രാന്താണ്. എന്തെങ്കിലും ഒരു പരിപാടിക്ക് അവനെ കിട്ടണമെങ്കിലേ ചില്ലറ പണിയൊന്നുമല്ല. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം കാണും. ചേച്ചി, എന്ന് ഞാൻ പോയൊന്ന് ഫ്രഷ് ആവട്ടെ. എനിക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഓ, നിനക്ക് മാത്രല്ല, ഞങ്ങൾക്കും കൊണ്ടുവന്നിട്ടുണ്ടാവും.